വാസ്തുമഠം ജ്യോതിഷാലയം. ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. വാസ്തുമഠം ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷം, വാസ്തുശാസ്ത്രം, പൂജ എന്നിവയെ കുറിച്ച് അറിയുന്നതിനും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വാസ്തുമഠം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചരിത്ര പ്രസിദ്ധമായ ശിവാലയ ഓട്ടം നടക്കുന്ന ആദ്യത്തെ ശിവക്ഷേത്രമാണ് മുഞ്ചിറ മഹാദേവ ക്ഷേത്രം. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കുഴിത്തുറയിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും പേരുകേട്ട ക്ഷേത്രമാണിത്. മരങ്ങളും പാറക്കൂട്ടങ്ങളും കുളങ്ങളുമുള്ള മനോഹര പ്രദേശമാണ് മുഞ്ചിറ ഗ്രാമം. സീതയെയും കൊണ്ട് രാവണൻ ആകാശമാർഗേണ പോകുമ്പോൾ ഈ സ്ഥലത്ത് പുഷ്പക വിമാനം ഇറക്കിയെന്നും അങ്ങനെ സീതയെ ആദ്യം തടവിൽ പാർപ്പിച്ച സ്ഥലമെന്നും, തിരുമല ക്ഷേത്രത്തിനോട് ചേർന്നുള്ള സാമിയാർ പാറയിൽ നിന്നാണ് വാനരസേന ലങ്കയിലേക്ക് കുതിക്കാൻ ആദ്യം തീരുമാനിച്ചതെന്നും അങ്ങനെ വാനരസേനയുടെ ആദ്യത്തെ താവളം എന്ന അർത്ഥത്തിൽ ഈ സ്ഥലം മുഞ്ചിറ എന്നറിയപ്പെടാനും തുടങ്ങിയെന്നും ഐതിഹ്യം. 37 പടികളും ഉയരത്തിലുള്ള ക്ഷേത്രവും കാഴ്ചയ്ക്ക് ചാരുത പകരുന്നതാണ്. മുകളിലെത്തുമ്പോൾ പരമശിവനും മഹാവിഷ്ണുവിനും 2 ക്ഷേത്രങ്ങൾ, മുന്നിലായി 2 ധ്വജങ്ങളും. നന്ദികേശൻ ഒരു വശത്തേക്ക് മാറിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന് കാരണം ദർശനത്തിന് എത്തിയ ഒരു ഭക്തന് തടസ്സം നേരിട്ടപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നന്ദികയെ മാറ്റുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. നാലമ്പലത്തിന് പുറത്ത് ശാസ്താവ് നാഗദൈവങ്ങളുടെയും പ്രതിഷ്ഠകൾ, ക്ഷേത്രാങ്കണത്തിൽ വലിയ മരങ്ങളും പൂവ് ചൂടി നിൽക്കുന്ന ചെടികളും, മുന്നിലും പിന്നിലും കുളങ്ങളും. കുളങ്ങൾക്ക് മണിതീർത്ഥം, ചക്രതീർത്ഥം, ജടാതീർത്ഥം, നന്ദിതീർത്ഥം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ക്ഷേത്ര സന്നിധിയിൽ നിന്നാൽ ചുറ്റുമുള്ള കാഴ്ചകൾ അപൂർവ അനുഭവമാണ്. തിരുമല നായ്ക്കരുടെ അമ്മ സന്താനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഇവിടെ വന്ന് ഭജനമിരുന്നുവെന്നും അതിന്റെ ഫലമായി ജനിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് പ്രസിദ്ധനായ ഭരണാധികാരിയായി തീർന്ന തിരുമല നായ്ക്കരെന്നും ചരിത്രം. ശ്രീകോവിലിൽ സ്വയംഭുവായ തിരുമലേശ്വരൻ ഒരു രുദ്രാശ ശിവലിംഗം എന്നത് പ്രസിദ്ധം. ശിവനെ ശൂലമാണിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. തിരുമല ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തു നിന്നാരംഭിക്കുന്ന ശിവാലയ ഓട്ടം ചരിത്ര പ്രസിദ്ധമാണ്. ശിവാലയ ഓട്ടത്തിനെത്തുന്നവരെ ഗോവിന്ദന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ശിവരാത്രിയുടെ തലേ ദിവസം ഉച്ചകഴിഞ്ഞ് ഗോവിന്ദന്മാർ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ ക്ഷേത്രത്തിന് വലം വയ്ക്കും. ദിവസങ്ങളോളം വ്രതാനുഷ്ഠാനത്തിലായിരുന്ന ഗോവിന്ദന്മാരുടെ ഉള്ളിലെ ആത്മീയ ഭാവം ശൈവ ചൈതന്യമായി മാറുകയും അപ്പോൾ തിരുമല ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തു നിന്ന് ഓട്ടം തുടങ്ങുകയും ചെയ്യുന്നു. ശിവാലയ ഓട്ടത്തിന്റെ 2ാമത്തെ ക്ഷേത്രമാണ് തൃക്കുറിശ്ശി ശിവക്ഷേത്രം. നന്ദികേശൻ ഇല്ലാത്ത ശിവക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിന്. മാർത്താണ്ഡം ജംഗ്ഷനിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃക്കുറിശ്ശി ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് താമ്രപർണി നദിക്കടവാണ്. പന്തലിച്ചു നിൽക്കുന്ന ആൽമരവും ക്ഷേത്ര കാഴ്ചകളും അതിമനോഹരമാണ്. ശ്രീകോവിലിൽ വിളങ്ങുന്ന മഹാദേവൻ കിഴക്കോട്ട് ദർശനമേകുന്നു. ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ളതാണ് ഇവിടുത്തെ പൂജ. നാലമ്പലത്തിന് പുറത്ത് ഗണപതി, ശാസ്താവ് എന്നീ ദേവതകളെ കൂടാതെ ഈശാനകോണിൽ ക്ഷേത്രപാലകമൂർത്തിയും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് യക്ഷിയുടെ സാന്നിധ്യവും ഉണ്ട്. പ്രധാന വഴിപാട് ജലധാരയാണ്. ഈ ക്ഷേത്രത്തിൽ നന്ദികേശൻ ഇല്ലാത്തതിന്റെ പിന്നിലെ കഥ ഇതാണ്. പണ്ട് തിക്കുറിശ്ശിയിലെ പാടശേഖരങ്ങളിലെ കൃഷി നശിപ്പിച്ചുകൊണ്ടിരുന്ന ശല്യക്കാരനായ ഒരു കാളയുണ്ടായിരുന്നു. ശല്യം വർദ്ധിച്ചപ്പോൾ കാളയെ നാട്ടുകാർ എറിഞ്ഞോടിച്ചു. ഈ കാള ക്ഷേത്രത്തിലെ കാളയായിരുന്നുവെന്നും രക്തം ഒലിപ്പിച്ചുകൊണ്ട് കാള ക്ഷേത്രത്തിലെത്തിയെന്നും ക്ഷേത്രാന്തരീക്ഷം അശുദ്ധമാക്കിയ കാളയെ ആറ്റിൽ കെട്ടിത്താഴ്ത്തിയെന്നുമാണ് കഥ. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ നന്ദിയെ പ്രതിഷ്ഠിച്ചിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ദേവപ്രശ്നം നടത്തുകയും നന്ദിയെ പ്രതിഷ്ഠ ചെയ്യുകയും ഉണ്ടായി. ശിവാലയ ഓട്ടത്തിലെ 3ാമത്തെ ക്ഷേത്രമാണ് തൃപ്പരപ്പ് ശിവക്ഷേത്രം. മാർത്താണ്ഡത്തു നിന്നും കുലശേഖരത്തു നിന്നും 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തൃപ്പരപ്പ് ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാം. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശത്തുകൂടി കോതയാർ ഒഴുകുന്നു. ആറ്റിലെ പരന്ന പാറ അടുക്കുകൾ ഉള്ളതുകൊണ്ടാണ് തൃപ്പരപ്പ് എന്നറിയപ്പെടാൻ കാരണം. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകി കിഴക്ക് ഭാഗത്ത് വെള്ളച്ചാട്ടമായി മാറുന്നു. ഇത് ഔഷധ ഗുണമുള്ള വെള്ളച്ചാട്ടമായി അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള വെള്ളച്ചാട്ടവും പാർക്കും ആരെയും ആകർഷിക്കും. ആറ്റിലേക്ക് തുറക്കുന്ന മനോഹരമായ ഗോപുരവാതിൽ, പാറക്കല്ലെടുത്തു വച്ചതുപോലെയുള്ള ക്ഷേത്രമതിൽ ഭിത്തികൾ വാസ്തുവിദ്യയുടെ ഉത്കൃഷ്ട മാതൃകയാണ്.
അതിന്മേലുള്ള കൊത്തുപണികളും ശിലാലിഖിതങ്ങളും ചോള ഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ചാരുതയാർന്ന വട്ടശ്രീകോവിൽ. ഭഗവാൻ ജടാധരൻ പടിഞ്ഞാറോട്ട് ദർശനമേകുന്നു. ബലിക്കൽപുരയിൽ നന്ദി പ്രതിഷ്ഠ. വലിയ ധ്വജവും പുറകിൽ ബ്രഹ്മരക്ഷസും. ശ്രീകോവിലിന് പുറത്ത് വലത്തുവശത്ത് ദേവിയും ദേവിയുടെ പിന്നിൽ ശിവജ്വരം. ഈ ശിവദേവന് രോഗങ്ങളെ മാറ്റാൻ കഴിയുമെന്നാണ് വിശ്വാസം. നാലമ്പലത്തിന് പുറത്ത് ശാസ്താവ് കൃഷ്ണൻ, പ്രത്യേക കോവിലുകളും. പ്രദക്ഷിണ വീതിയിൽ നാഗരും ദക്ഷിണ ഭാഗത്ത് ഹനുമാൻ സ്വാമിയും. 12 ശിവാലയങ്ങളിൽ 4ാമത്തെ ക്ഷേത്രമാണ് തിരുനന്തിക്കര ശിവക്ഷേത്രം. മാർത്താണ്ഡം കുലശേഖരം വഴി 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തീർത്ഥാടന കേന്ദ്രങ്ങളായ തിരുവട്ടാറിനും തൃപ്പരപ്പിനും മധ്യയാണ് പ്രകൃതി മനോഹരമായ തിരുനന്തിക്കര ഗ്രാമം. നന്ദികേശനെ ഭഗവാന്റെ അവതാരമൂർത്തിയായി ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. ഒരു കാലത്ത് ഒരു കാളയുടെ ശല്യം സഹിക്കാനാവാതെ ജനങ്ങൾ പരമശിവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അപ്പോൾ മഹാദേവൻ കാളയെ തൻ്റെ അടുത്ത് വിളിച്ചു വരുത്തി പരിഹാരം ഉണ്ടാക്കിയെന്നും അങ്ങനെ ഈ നാടിന് തിരുനന്തക്കിരി എന്നു പേരുമുണ്ടായി. ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്താണ് മുളയടി മല. ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് ഉളുത്തുപാറ എന്നറിയപ്പെടുന്ന ഒരു വമ്പൻ പാറ കാണാം. വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന പാറയിൽ മനോഹരമായ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. പാറയുടെ മുകളിൽ ആഞ്ഞിലി മരവും ചുവട്ടിൽ ശിവലിംഗവും പാറയിൽ 2 പാദങ്ങളുടെ രൂപവും കാണാം. ഇതിനടുത്തായി ഒരു തീർത്ഥവും കാണാം. വട്ടശ്രീകോവിലിനുള്ളിൽ 7 മുറികളുണ്ട്. മുറിക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി നന്ദീശ്വരമൂർത്തിയായ ഭഗവാൻ ശിവൻ സ്വയംഭൂ ലിംഗമാണ്. നാലമ്പലത്തിന് പുറത്ത് പടിഞ്ഞാറ് വശത്ത് അയ്യപ്പൻ, ഇടതുവശത്ത് ശ്രീകൃഷ്ണൻ, മുന്നിൽ നാഗരാജാവ്, നാഗേക്ഷി, ഗണപതി, പരശുരാമൻ എന്നീ പ്രതിഷ്ഠകളും ഉണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് കുളം. ശിവരാത്രിയുടെ തലേ ദിവസം ഉത്സവത്തിനായി കൊടിയേറും. ശിവാലയങ്ങളിൽ 5ാമത്തെ ശിവക്ഷേത്രമാണ് പൊന്മന ശിവക്ഷേത്രം. മാർത്താണ്ഡം കുലശേഖരത്ത് നിന്നും അരശുമൂട് ജംഗ്ഷനിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൊന്മന ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഇവിടം കാർഷിക വിളകൾ കൊണ്ട് സമൃദ്ധമായ ഭൂഭാഗമാണ്. റോഡിന്റെ ഇടതുവശത്ത് ക്ഷേത്രത്തിന്റെ കമാനം കാണാനാകും. ക്ഷേത്രത്തിന് മുന്നിൽ തെളിനീർ നിറഞ്ഞ വലിയ കുളം, കുളക്കരയിൽ വലിയ ഒരു മുത്തച്ഛൻ ആൽമരവും. ക്ഷേത്രത്തിന് വിശാലമായ ചുറ്റമ്പലവും മുന്നിൽ വലിയ ധ്വജസ്തംഭവും കാണാം. ശ്രീകോവിലിൽ സ്വയംഭൂ ലിംഗമായ ശിവനെ തിമ്പിലേശ്വരൻ മൂർത്തിയായിട്ടാണ് ആരാധിച്ചു വരുന്നത്. മുന്നിൽ നന്ദികേശനും മുഖമണ്ഡപത്തിന് വെളിയിൽ നവഗ്രഹങ്ങളുടെ സാന്നിധ്യം ദാരുശില്പങ്ങളിൽ ദർശിക്കാൻ കഴിയും. ഭഗവാനെ തിമ്പിലേശ്വരനായി ആരാധിക്കുന്നതിൻ്റെ ഐതിഹ്യമാണ് ശിവലിംഗമായി മാറിയ രുദ്രാക്ഷത്തെ ദർശിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആദ്യത്തെയാൾ തിമ്പൻ എന്നൊരു വനവാസിയായിരുന്നു. അങ്ങനെ ദേവനെ തിമ്പിലൻകുടി മഹാദേവൻ എന്ന് അറിയപ്പെടുവാൻ ഇടയായി എന്നാണ് കഥ. ശ്രീകോവിലിൽ മഹാദേവനെ കൂടാതെ ഇടതുഭാഗത്ത് ശ്രീപാർവതി പ്രതിഷ്ഠയും ക്ഷേത്രത്തിന് മുൻഭാഗത്ത് ഗണപതി, അയ്യപ്പൻ, നാഗരാജാവ്, ബ്രഹ്മരക്ഷസ് എന്നീ പ്രതിഷ്ഠകളും ഉണ്ട്. പ്രകൃതി മനോഹരമായ ക്ഷേത്രാന്തരീക്ഷവും കാഴ്ചകളും മനുഷ്യനെ കുളിരണിയിക്കുന്നതാണ്. മീനത്തിരുവാതിരയ്ക്ക് കൊടിയേറി 10 ദിവസത്തെ ഉത്സവവും. ശിവരാത്രിയുടെ തലേ ദിവസം ശിവാലയ ഓട്ടക്കാർ ഇവിടെ എത്തിയാൽ ദർശനം കഴിഞ്ഞ് ഈ ഗ്രാമത്തിലുള്ള തേരിയം വീട്ടിൽ അവർ ഭക്ഷണത്തിന് എത്തും. ഈ അന്നദാന ചടങ്ങിന് ശിവാലയ ഓട്ടത്തിനോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ ദേശീയപാതയിൽ തക്കല എന്ന സ്ഥലത്ത് നിന്നും കുലശേഖരം റൂട്ടിൽ 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പന്നിപ്പാകം ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ശിവാലയങ്ങളുടെ കൂട്ടത്തിൽ 6ാമത്തെ ശിവക്ഷേത്രമാണിത്. ശ്രീകോവിലിൽ ശിവലിംഗം കിരാതമൂർത്തി പ്രതിഷ്ഠയായിട്ടാണുള്ളത്. കിഴക്കോട്ട് ദർശനം, മുന്നിൽ നന്ദികേശനുമുണ്ട്. ദേവിയെ ശ്രീകോവിലിന് പുറത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വടക്ക് ഭാഗത്ത് ഭൈരവനും ഭൈരവന്റെ വാഹനമായ പട്ടിയെയും പ്രത്യേകം കോവിലിൽ ദർശിക്കാൻ കഴിയും. കന്നിമൂലയിൽ ഗണപതി ഭഗവാനും ക്ഷേത്രത്തിന്റെ 2 ബ്രഹ്മരക്ഷസും ഉണ്ട്. നാലമ്പലത്തിനകത്ത് ശാസ്താവ്, മുരുകസങ്കല്പം, പടിഞ്ഞാറ് ഭാഗത്ത് അഷ്ടനാഗ ക്ഷേത്രവും ഉണ്ട്. അർജുനന്റെ തപസ്സിനെ പരീക്ഷിക്കാനായി ശിവനും പാർവതിയും കാട്ടാള വേഷത്തിലെത്തി ശിവൻ അയച്ച പന്നി അർജുനനോട് അഭയം തേടുന്നു. എന്നെ കാട്ടാളൻ കൊല്ലാൻ വരുന്നു, രക്ഷിക്കണമെന്ന്. അപ്പോൾ അർജുനൻ പറയുന്നു, എൻ്റെ മുന്നിൽ ആശ്രയം തേടി എത്തിയ ജീവിയെ കൊല്ലാൻ പാടില്ല. രണ്ടുപേരും തർക്കത്തിലായി. ഒടുവിൽ പോരാട്ടമായി.
അർജുനൻ അയച്ച അമ്പുകളെല്ലാം ദേവി പുഷ്പശരങ്ങളാക്കി മാറ്റി. ആ സ്ഥലത്ത് പിന്നീട് പുഷ്പകുന്നിമല എന്നറിയപ്പെടാനും തുടങ്ങി. യുദ്ധത്തിൽ ഭഗവാന്റെ അമ്പേറ്റ് പന്നി വീണ സ്ഥലത്താണ് പന്നിപ്പാകം എന്നറിയപ്പെടുന്നത്. അവിടെ ഒരു കുളവുമുണ്ട്. പന്നിക്കുണ്ട് എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. ധാരയാണ് പ്രധാന വഴിപാട്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പൂജയും പുഷ്പാഭിഷേകവും അന്നദാനവും ഉണ്ടാകും. തലേ ദിവസം രാത്രിയിലാണ് ശിവാലയ ഓട്ടക്കാരായ ഗോവിന്ദന്മാർ ഇവിടെ എത്തുക. പഴങ്ങളും ഇളനീരും നൽകി അവരെ സ്വീകരിക്കുകയും ശിവരാത്രിക്ക് 3 ദിവസത്തെ ഉത്സവവും ആനപ്പുറത്ത് ചന്ദനക്കുളം എഴുന്നള്ളിക്കുന്ന ചടങ്ങും പ്രധാനമാണ്. കന്യാകുമാരിയിലെ ചരിത്രപ്രസിദ്ധമായ പത്മനാഭപുരത്താണ് 7ാമത്തെ ശിവാലയമായ കൽക്കുളം ശിവക്ഷേത്രം. കൽക്കുളം വേണാടിന്റെ തലസ്ഥാനമായിരുന്നു. തിരുവനന്തപുരവുമായി പത്മനാഭപുരത്തിനുള്ള ബന്ധം നിലനിർത്തുന്നതാണ് ആണ്ടുതോറുമുള്ള നവരാത്രി ഉത്സവം. കിഴക്ക് ഭാഗത്ത് വലിയ ഗോപുരം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ വാസ്തുശില്പ വൈദഗ്ധ്യം വെളിവാക്കുന്ന മട്ടിലാണ്. നാലമ്പലവും നടശാലയുമെല്ലാം ദാരുശില്പങ്ങളിൽ കവിത വിരിയിച്ച ശില്പികളെയും അതിന് പരമപ്രാധാന്യം നൽകി പുതുക്കി പണി കഴിപ്പിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെയും ഇവിടെ എത്തുന്നവർ ഓർക്കാതിരിക്കില്ല. ക്ഷേത്രക്കുളം പോലെ പ്രസിദ്ധമാണ് പത്മനാഭപുരത്തെ മറ്റു കുളങ്ങളും പെരുമാൾക്കുളവും നീരാളിക്കെട്ടുമെല്ലാം. ക്ഷേത്രക്കുളങ്ങളിലേക്കിറങ്ങുന്ന വഴിയിൽ രാജാക്കന്മാരുടെ രൂപങ്ങളും ദർശിക്കാം. ചുറ്റമ്പലങ്ങളിലെ സാലഭജ്ഞികൾ സന്ദർശകർക്ക് മനോഹര ദൃശ്യം കാഴ്ചവെക്കുന്നു. അതുപോലെ കൽത്തൂണുകളിൽ കർണനും അർജുനനും വേണുഗോപാലമൂർത്തിയുമെല്ലാം ഉള്ളതാണ്. 2 ധ്വജസ്തംഭങ്ങളുണ്ട്. ശ്രീകോവിലിൽ പാർവതി സമേതനായ നീലകണ്ഠസ്വാമി കിഴക്കോട്ട് ദർശനമേകുന്നു. 12 ശിവക്ഷേത്രങ്ങളിൽ ഇവിടെ മാത്രമാണ് ശിവനോടൊപ്പം പാർവതി ദേവി ഉള്ളത്. പ്രദക്ഷിണ വീതിയിൽ ചണ്ഡികേശനും ഭൂതത്താനും ഉണ്ട്. ശിവനും ദേവിക്കും മധ്യേ ഗണപതിയും പുറത്ത് ശാസ്താവിനെയും ദർശിക്കാം. പടിഞ്ഞാറ് ഭാഗത്ത് ആദിമൂല ശിവനും മകരമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ തൃക്കല്യാണ ഉത്സവം. 7ാം ദിവസം ആറാട്ടും. മീനമാസത്തിലാണ് പ്രധാന ഉത്സവം. 9 ദിവസങ്ങളും രഥോത്സവം ഉണ്ടാകും. ശിവാലയങ്ങളിൽ ഇവിടെ മാത്രമാണ് രഥോത്സവം ഉള്ളത്. ശിവരാത്രിയുടെ തലേന്ന് ശിവാലയ ഓട്ടക്കാരെ ഇവിടെ സ്വീകരിക്കും. കന്യാകുമാരി ജില്ലയിലെ വേളിമലയ്ക്കടുത്തുള്ള കുമാരകോവിലിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ശിവാലയങ്ങളിൽ 8ാമത്തെ ശിവക്ഷേത്രമായ മേലാങ്കോട് ശിവക്ഷേത്രം. വേളിമലയ്ക്കടുത്തുള്ള വയലോലങ്ങൾക്ക് നടുവിലാണ് മേലാങ്കോട് എന്ന ശിവക്ഷേത്രം. പിന്നില് കാവ് കാണാം. അവിടെ ശാസ്താവും മറ്റു ഉപദേവന്മാരും ഉണ്ട്. കൂടാതെ കാവിൽ യക്ഷിയും തൊട്ടടുത്ത് മേലാങ്കോട് ഇശക്തി അമ്മൻ തങ്കച്ചിക്കോവിലും കാണാം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ യക്ഷിയാണ്. കന്യാകുമാരി കഥകളിലെ പേടിപ്പെടുത്തുന്ന ഒരു യക്ഷിക്കഥയുണ്ട്. ഒരു പെൺകുട്ടിയെ ഒരു യുവാവ് അയാളുടെ കൈകളാൽ നിഷ്ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും പണവും പണ്ടവുമായി അയാൾ കടന്നു കളയുകയും ഉണ്ടായി. അങ്ങനെ അവൾ യക്ഷിയായി മാറുകയും ചെയ്തു. യക്ഷിയുടെ ശല്യം നാട്ടിൽ വർദ്ധിച്ചപ്പോൾ നാട്ടുകാർ പരമശിവനെ പ്രാർത്ഥിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രീപാർവതി യക്ഷിയെ സമാധാനിപ്പിച്ചു. മേലാങ്കോട് ദേവീക്ഷേത്രത്തിൽ ചേട്ടത്തിയായി പാർവതിയും അനുജത്തിയായി യക്ഷിയും കുടികൊള്ളുന്നു. ദേവീക്ഷേത്രത്തോട് ചേർന്നാണ് ശിവാലയം. ശ്രീകോവിലിൽ മഹാദേവൻ കാലകാലൻ എന്ന അവതാരമൂർത്തിയായി കുടികൊള്ളുന്നു. മാർക്കണ്ഡേയൻ വന്ന് ശിവനെ പൂജിച്ച സ്ഥലം കാലനെ സംഹരിച്ചതിനാൽ കാലകാലമൂർത്തിയായി ശിവൻ ഇവിടെ കുടികൊള്ളുന്നു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരുന്ന ഒരു രൂപം ക്ഷേത്ര കമാനത്തിൽ കാണാം. കന്നിമൂലയിൽ ഗണപതിയും 2 ദേവിയുടെ മധ്യത്തിലായി മഹാദേവനും. ഇവിടുത്തെ പ്രധാന ഉത്സവം ശിവരാത്രിയാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വില്ലുകുറി പഞ്ചായത്തിലാണ് ഇടക്കോട് ഗ്രാമം. ശിവാലയങ്ങളിലെ 9ാമത്തെ ശിവാലയമായ തിരുവിടക്കോട് ശിവക്ഷേത്രം ഇടക്കാട് ഷിത്തന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം പിന്നീട് തിരുവിടക്കോടായി മാറിയതാണ്. പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് സമൃദ്ധമായ പ്രദേശത്താണ് ക്ഷേത്രം. നമ്പിമല എന്ന മലയും ഇവിടെ കാണാം. ക്ഷേത്രത്തിന് മുന്നിൽ കുളവും ചുറ്റുമതിലും. നടശാലയിൽ നിന്നും അല്പം താഴ്ചയിലാണ് ബലിക്കല്ല്. ആനക്കൊട്ടിലും നാലമ്പലത്തിലും കൊത്തുപണികളോട് കൂടിയ കൽത്തൂണുകൾ.
കൽത്തൂണുകളിൽ ശിലാലിഖിതങ്ങളും കാണാൻ കഴിയും. ശ്രീകോവിലിന് മുന്നിൽ നന്ദികേശൻ. ശ്രീകോവിലിൽ ഭഗവാൻ പരമശിവനെ ജഡയപ്പമൂർത്തിയായി ആരാധിക്കുന്നു. സ്വയംഭൂലിംഗമായ ദേവന് അഭിമുഖമായി ശാസ്താവ്, നാലമ്പലത്തിന് പുറത്ത് ഗണപതി, ചുറ്റമ്പലത്തിന് പുറത്ത് നാഗർ, ഒരു കൊമ്പ് ഒടിഞ്ഞ നന്ദികേശനും ധാരവാരകന്റെ മൂക്കിനും ക്ഷതം ഉണ്ട്. ക്ഷേത്രത്തിലെ ഉഗ്രമൂർത്തിയുടെ ശക്തി കുറയ്ക്കാനാണ് ഇങ്ങനെയൊക്കെ ആയതെന്നാണ് വിശ്വാസം. നെയ്യ് ഉപയോഗിച്ചുള്ള ധാരയാണ് പ്രധാന വഴിപാട്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് തോർത്തുമുണ്ട് നടക്കി വെക്കുന്ന ചടങ്ങുണ്ട്. തിരുവാതിരനാൾ വെളുപ്പിന് 3 മണിക്ക് പാറയടിയിൽ എന്ന സ്ഥലത്ത് നിന്നും കുറെ ആളുകൾ 8 തോർത്തുകളുമായി ക്ഷേത്രത്തിലെത്തും. മാളയിൽ വാഴയില വച്ച് പൊതിഞ്ഞു കൊണ്ടുവരുന്ന തോർത്ത് ക്ഷേത്രത്തിലെ പൂജാരി സ്വീകരിക്കും. മേടമാസത്തിൽ 10 ദിവസത്തെ ഉത്സവം. വിഷുവിന് കണി കണ്ട് കൊടിയേറ്റം എന്നാണ് ആചാരം. ദേവന് കണിവയ്ക്കുന്ന വെറ്റില ദർശനത്തിനെത്തുന്ന ഭക്തർക്കെല്ലാം കൈനീട്ടമായി നൽകും. ഇത് ലഭിക്കുന്നത് ഐശ്വര്യം എന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവിതാംകൂട് ഗ്രാമത്തിലാണ് 10ാമത് ശിവാലയമായ തിരുവിതാംകൂട് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐശ്വര്യ സമൃദ്ധമായ പ്രദേശം ശ്രീവാഴുംകോട് എന്നറിയപ്പെട്ടിരുന്നു. ആ സ്ഥലനാമത്തിന് മാറ്റം വന്നതാണ് തിരുവിതാംകോട് എന്നായി മാറിയതെന്ന് സ്ഥലവാസികൾ പറയുന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴിമധ്യേ വിനായക ക്ഷേത്രവും മുത്താരമ്മൻ ക്ഷേത്രവും ഉണ്ട്. കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യാശൈലി പ്രകടമാക്കുന്ന നിർമ്മാണമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ആദ്യത്തെ ശിവാലയത്തിലെ പോലെ ഇവിടെയും മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുണ്ട്. 2 ധ്വജസ്തംഭം. ശ്രീകോവിലിൽ വിളങ്ങിടുന്ന ശിവനെ പരിധിപാണിയായി ആരാധിക്കുന്നു. ദക്ഷിണ ഭാഗത്ത് മഹാവിഷ്ണു. ശ്രീകോവിലും ഋഷഭ മണ്ഡപവും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലാണ്. ക്ഷേത്രത്തിനു മുന്നിൽ കുളവുമുണ്ട്. രാവിലെ 4:30 മണിക്ക് നിർമ്മാല്യ ദർശനം. 5-ന് അഭിഷേകവും ഉഷപൂജയും ശ്രീബലിയും. 9:30 ഉച്ചപൂജ. വൈകിട്ട് 4:30 നട തുറക്കും. 6:30 ദീപാരാധന, അത്താഴ പൂജയും. ഓരോ മാസത്തിലെയും തിരുവാതിരയ്ക്ക് ശിവന് നഖവും തിരുവോണത്തിന് വിഷ്ണുവിന് നവവും ഉണ്ട്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം. 10 ദിവസത്തെ ഉത്സവം. ചതയത്തിന് കൊടിയേറും. ശുചീന്ദ്രത്തെ കൊടിയേറ്റവും അന്നാണെന്നാണ് പ്രാധാന്യമുള്ളത്. ശിവരാത്രിയുടെ തലേ ദിവസം രാത്രി 12 മണിയോടെ ആദ്യത്തെ ശിവാലയ ഓട്ടക്കാർ എത്തും. അവർ കുളി കഴിഞ്ഞ് ഭസ്മം പൂശി ദർശനം നടത്തി പ്രസാദം സ്വീകരിച്ച് വീണ്ടും ഓടാൻ തുടങ്ങുമ്പോൾ അത് 11ാം ശിവാലയത്തിലേക്കുള്ള കുതിപ്പാകും. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പള്ളിയാടി ഗ്രാമത്തിലാണ് തൃപ്പന്നിയോട് ശ്രീ മഹാദേവ ക്ഷേത്രം. ശിവാലയ ഓട്ടത്തിലെ 11ാമത്തെ ക്ഷേത്രം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ ക്ഷേത്രവും ആണിത്. ഒരിക്കൽ മുഗിലപ്പടയുടെ ആക്രമണത്തിന് വിധേയമായ ക്ഷേത്രം ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് പുനരുദ്ധരിച്ചത്. പള്ളിയാടി ജംഗ്ഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള മാർഗത്തിൽ പഴയപള്ളി എന്ന സ്ഥലമുണ്ട്. അവിടെ സർവ്വമതക്കാരും ചേർന്ന് നടത്തുന്ന ഒരു ദേവസ്ഥാനമുണ്ട്. പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം. കാറ്റിലും മഴയിലും അണയാത്തതാണ് ഈ ജ്യോതിയെന്ന് സമീപവാസികൾ പറയുന്നു. കൽവിളക്കിലെ എണ്ണ ദിവ്യ ഔഷധമായി ഭക്തർ കണക്കാക്കി വരുന്നു. പഴയ പള്ളിയപ്പന് മേടമാസത്തിലെ 3ാമത് തിങ്കളാഴ്ച ഉത്സവവും ഉണ്ട്. അന്നുള്ള അന്നദാനത്തിന് സവിശേഷതകൾ ഏറെയാണ്. പഴയ പള്ളിക്കൊട എന്നാണിത് അറിയപ്പെടുന്നത്. തൃപ്പന്നിയോട് മഹാദേവ ക്ഷേത്രത്തിൽ 2 വശത്തും ഗോപുരങ്ങളുണ്ട്. 4 കെട്ടിന്റെ ആകൃതിയിലുള്ള നാലമ്പലം. ബലിക്കല്ലും ധ്വജസ്തംഭവുമുണ്ട്. ഇടതുവശത്ത് വലിയ മണി സ്ഥാപിച്ചിരിക്കുന്നു. വലതുഭാഗത്ത് പഴക്കമുള്ള ആൽമരം. ചുവട്ടിൽ നാഗപ്രതിഷ്ഠ. റോഡരികിലാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഇടതുവശത്ത് കുളം. വട്ട ശ്രീകോവിലിൽ ഭക്തവത്സലനായി പരമശിവൻ ദർശനമേകുന്നു. ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ നന്ദികേശൻ. നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണ വഴിയിൽ ഇടതുഭാഗത്ത് ഗണപതി, വലതുവശത്ത് ദേവി. പുറത്ത് അയ്യപ്പനും വള്ളി ദേവയാനി സമേതനായ ശ്രീമുരുകനുമുണ്ട്. രാവിലെ 5:30 നട തുറക്കും. പുലർക്കാല പൂജയ്ക്ക് ശേഷം 8:30 അടയ്ക്കും. വൈകുന്നേരം 5:30 തുറന്ന് 7:30 അടയ്ക്കും. ധാര പ്രധാന വഴിപാടാണ്.
വൃശ്ചിക മാസത്തിൽ 10 ദിവസം ഉത്സവം. വൈക്കത്തഷ്ടമിക്ക് ഇവിടെ കൊടിയേറും. 8-ാം ദിവസം മഹാദേവന് പുഷ്പാഭിഷേകം. 9-ാം ഉത്സവത്തിന് ഊരു ചുറ്റിയുള്ള ഘോഷയാത്രയ്ക്ക് ഗജവീരന്മാർ അകമ്പടി സേവിക്കും. 10-ാം ഉത്സവത്തിന് വൈകിട്ട് കലശപൂജ. ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള കുന്നുംപാറ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ചന്ദനക്കുടം കൊണ്ടുവരുന്നു. ചന്ദനക്കുടം കൊണ്ടുവരുന്നത് ഒരു അപൂർവ ചടങ്ങാണ്. ശിവരാത്രിയുടെ തലേന്നാൾ രാത്രി 3 മണിയോടെ ആദ്യത്തെ ശിവാലയ ഓട്ടക്കാർ ഇവിടെ സ്വീകരിക്കും. അവർ കുളിച്ചു തൊഴുത് പ്രസാദം വാങ്ങി സമാപന ക്ഷേത്രമായ തിരുനട്ടാലത്തേക്ക് ഓടിത്തുടങ്ങും. തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ മാർത്താണ്ഡത്ത് നിന്നും കരിങ്കൽ പോകുന്ന റൂട്ടിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനട്ടാലം ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്താണ് ശിവാലയങ്ങളിൽ അവസാന ക്ഷേത്രം. ഭഗവാൻ നാരായണസ്വാമി ഭീമന് ദർശനം നൽകിയ ക്ഷേത്രമെന്നും ഖ്യാതിയുണ്ട്. ശിവക്ഷേത്രം കൂടാതെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രവും ഉണ്ടിവിടെ. 2 ക്ഷേത്രങ്ങൾക്കും മധ്യേ വിസ്തൃതമായ കുളം മനോഹരമായ കാഴ്ചയാണ്. കുളക്കരയിൽ നിന്നും ഉയരത്തിലാണ് തിരുനട്ടാലം ശിവാലയം. ക്ഷേത്രമുറ്റം വരെ വാഹനമെത്തും. പട്ട ശ്രീകോവിൽ ശിവനെ അർദ്ധനാരീശ്വരനായി ആരാധിച്ചു പോരും. മുൻവശത്തുള്ള ഉയർന്ന മണ്ഡപത്തിൽ നന്ദികേശൻ, കന്നിമൂലയിൽ ഗണപതി, ഇടതുവശത്ത് നാഗർ. ചുറ്റമ്പലത്തിന് വെളിയിൽ സപ്തമാതൃക്കളുടെ ക്ഷേത്രം. രാവിലെ 5 മണിക്ക് ക്ഷേത്രം തുറക്കും. 11 മണിക്ക് ഉച്ചപൂര വരെ ദർശനമുണ്ട്. വൈകുന്നേരം 5-ന് നട തുറന്ന് രാത്രി 8 മണി വരെയും ദർശന സമയം. ശിവാലയങ്ങളിൽ ചന്ദനം പ്രസാദമായി നൽകുന്ന ഏക ക്ഷേത്രവും ഇതാണ്. ശിവാലയങ്ങളിൽ ഉത്സവമില്ലാത്ത ക്ഷേത്രവും ഇതാണ്. ശങ്കരനാരായണ ക്ഷേത്രത്തിൽ മീനമാസത്തിൽ രോഹിണിക്ക് കൊടിയേറി 10 ദിവസത്തെ ഉത്സവം നടക്കുന്നു. ശിവരാത്രിയുടെ മഹിമയെ പുകഴ്ത്തുന്ന ശിവാലയ ഓട്ടം എന്ന പവിത്രമായ ആചാരം ഈ ക്ഷേത്രത്തിൽ അവസാനിക്കുന്നു. കുംഭച്ചൂടിനെ വകവയ്ക്കാതെയുള്ള ശിവാലയോട്ടം മുഞ്ചിറയിൽ നിന്നും തുടങ്ങി തൃക്കുറിശ്ശിയിലും തൃപ്പരപ്പിലും തിരുനന്തിക്കരയിലും എത്തുമ്പോൾ അവിടെ കൊടിയേറും. പിന്നെ പൊന്മനയും പന്നിപ്പാകവും തൊഴുത് കൽക്കുളത്തേക്ക് കടക്കും. അതിനുശേഷം രാത്രി മേലാങ്കോട്ടിലും തിരുവിങ്കയിടത്തും പിന്നെ തിരുവിങ്കാങ്കോട്ടും എത്തിയാൽ പിറ്റേന്ന് പകലിലാണ് തൃപ്പന്നിയോടും തിരുനട്ടാലത്തും ഓട്ടമെത്തുന്നത്. തിരുനട്ടാലത്ത് നിന്നും ഓട്ടക്കാർ മടങ്ങി തിരുമലയിലെത്തുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഓട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ ശൈവ വൈഷ്ണവ ഭക്തരുടെ സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുന്ന മഹോത്സവമായി പരിണമിക്കുന്നു. ശിവാലയ ഓട്ടം. പവിത്രമായ 12 ശിവക്ഷേത്രങ്ങളിൽ ഒരു പകലും ഒരു രാത്രിയും ഓടിയും നടന്നും ദർശനം നടത്തുന്ന അപൂർവ കാഴ്ചയാണ് ശിവാലയ ഓട്ടം. ഈ 12 ശിവാലയങ്ങളുടെയും കാഴ്ചകൾ ഒരുമിച്ച് കാണുന്നതിന് വാസ്തുമഠ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പൂജ, വാസ്തുശാസ്ത്രം എന്നിവയെക്കുറിച്ച് അറിയുന്നതിനും കോൺടാക്ട് ചെയ്യുക.